ഇപ്പോൾ മണ്ഡലത്തിലെ ജനങ്ങളുമായി സംസാരിക്കുന്ന സമയത്ത് അവർ എങ്ങനെയാണ് പ്രതീക്ഷയൊക്കെ പങ്കുവയ്ക്കുന്നത്? നല്ല റെസ്പോൺസാണ്. ഏറ്റവും തീവാറുന്ന പോരാട്ടം നടക്കുന്ന ഒരു ഇടം കൂടിയാണ് വട്ടിയൂർക്കാവ്. അല്ല, ഞാൻ ഒരിക്കലും ഒരു ഈസി ഓവറിൽ ജയിച്ചിട്ടില്ല. ഞാൻ എന്നും ഫൈറ്റ് ചെയ്തിട്ടുള്ള വിജയിച്ചിട്ടുള്ള. അതെന്തായാലും ഇവിടെയും തുണയാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. തീർച്ചയായും. എന്തൊക്കെ കാര്യങ്ങളാണ് വോട്ടർമാരുടെ ഇടയിലേക്ക് വികസനം തന്നെ. വട്ടിയൂർക്കാവിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പ്രചരണ രംഗത്ത് സജീവമാണ്. കനത്ത ചൂടാണെങ്കിൽ പോലും അതിനെയൊക്കെ വകവയ്ക്കുന്ന തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായാണ് അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇത്തവണ വട്ടിയൂർക്കാവ് ഉറപ്പിച്ചോ? തീർച്ചയായും വിജയിക്കും. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ഈ എതിർ സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? VK പ്രശാന്തും R ശ്രീലേഖയുമാണ് സ്ഥാനാർത്ഥി. നിസ്സാരമായിട്ട് കാണില്ല. അത് ശരിയല്ല. കാരണം മത്സരം വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല, ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ എതിർ സ്ഥാനാർത്ഥികളെയും ഞാൻ തുല്യരായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് മണ്ഡലത്തിൽ? വികസനമാണ് പ്രധാനപ്പെട്ടത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച് പിണറായി സർക്കാർ അടച്ചുപൂട്ടിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ഞങ്ങൾ പുനരാരംഭിക്കും. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ മെട്രോ പദ്ധതി നടപ്പാക്കും. അത് പട്ടം വഴിക്കാണ് പോകുന്നത്. ഭരണവിരുദ്ധ വികാരം കാര്യമായി തന്നെ മണ്ഡലത്തിലുണ്ട്. 101% ഉണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട്. അടുത്ത് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ. UDF അധികാരത്തിൽ വരും. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരു പിടിവലി ഉണ്ടാകുമോ? സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അരമണിക്കൂർ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കും. കെ സുധാകരന്റെ കാര്യത്തിൽ നേതൃത്വം പലതവണ പലകുറി ചർച്ചകളൊക്കെ നടത്തുന്ന നമ്മൾ കണ്ടു. അങ്ങനത്തെ ചർച്ചകളൊന്നുമില്ല. MLA-മാരുടെ അഭിപ്രായം ചോദിക്കും, ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അതുകൊണ്ട് ഒരു ശതമാനം ഒരു ഡിലേ വരില്ല. തീർച്ചയായും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പര്യടന പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കനത്ത ചൂടുണ്ടെങ്കിൽ പോലും അതിനൊന്നും വകവയ്ക്കാതെ അദ്ദേഹം പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ച് തങ്ങളുടെ പാളയത്തിലേക്ക് പരമാവധി വോട്ടുകൾ എത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യം കൂടിയാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. PV രഞ്ജിത്തിനൊപ്പം അഭിജിത് ജയൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.